ആരോനിഞ്ചിൽ ഭയങ്കര രസമാണ്. അതായത് ആരോനിഞ്ചിൽ ആക്ച്വലി അങ്ങനെ ആയിരുന്നില്ല ആ പാട്ട്. അത് വേറൊരു ആദ്യം എഴുതിയത് അങ്ങനെ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ബേസിക് പറഞ്ഞാൽ നമുക്കൊരു ഒരു പെപ്പി പരിപാടി പിടിക്കാം. മറ്റേ അതായത് വെൻ പഞ്ചാബ് പോകുന്നു, അവളൊരു പഞ്ചാബി പെൺകുട്ടിയായിട്ട് പരിചയപ്പെടുന്നു. അപ്പം രണ്ട് കൾച്ചർ, ഒരു മലയാളി ഒരു പഞ്ചാബിയായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് ഈ രണ്ട് കൾച്ചറും കൂടി ബ്ലെൻഡ് ആവുന്നു. ഒരു ലവ് സോങ് എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനത്തേക്ക് ഒരു പരിപാടി പിടിക്കാം. അപ്പം അതിൻ്റെ കുറച്ചുകൂടി ഫാസ്റ്റ് ഋതമായിരുന്നു, പക്ക പെപ്പി പരിപാടിയായിരുന്നു അത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ട്രാക്കിൽ എവിടെയോ അങ്ങനത്തെ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഈ ആറുനെഞ്ചിൽ തന്നെ വേറൊരു വേർഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയത്, ഫുൾ ഋതവും പാക്ഡ് ആയിട്ടൊരു പരിപാടി. അപ്പം അങ്ങനെ എന്തൊക്കെയോ വരികൾ എഴുതിയിരുന്നു. ഈണം മൂളി പഞ്ചാബിൽ അഞ്ചാറിനോളം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു പരിപാടി എഴുതി. അപ്പം എഴുതി ഓക്കെ. അപ്പം അത് എഴുതി സെറ്റായതിന് ശേഷമാണ് ബേസ് ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് നമുക്ക് ഭയങ്കര ഒരു ലവ് സോങ് പിടിച്ചാൽ ഇതേ ട്യൂണിൽ നമുക്കൊരു ലവ് സോങ്, വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു ഭയങ്കര സ്ലോ മെലോഡിക് ആയിട്ടൊരു സാധനം പിടിച്ചാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചു. അങ്ങനെയാണ് ആരോനെഞ്ചിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ട്. അതാണ് ബേസിക്.